നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ ഐഡൻറ്റിറ്റി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. അഖിൽ പോളും അനസ് ഖാനും ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രാജു മല്യത്തും റോയ് CJയും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കോ പ്രൊഡ്യൂസറായിട്ട് ഗോകുലം ഗോപാലനും വരുന്നുണ്ട്, ശ്രീഗോകുലം മൂവീസ് വരുന്നുണ്ട്. ഏതായാലും ഒറ്റപ്പെട്ടവനായിരുന്നു ഹർഷ ശങ്കർ എന്ന ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം. കുഞ്ഞു ചെറുപ്പം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അയാളുടെ കുഞ്ഞു ചെറുപ്പം കാണിച്ചുകൊണ്ട് അയാൾ പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ടു പോയതുകൊണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ പിതാവിൽ നിന്നുമുള്ള ആ ഒരു ഇയാൾ പെർഫെക്ഷനിസ്റ്റ് ആകണം എന്ന് ആ അച്ഛന് ഒരു അതിമോഹം ഉണ്ടായതുകൊണ്ട് ഈ കുട്ടിയെ അങ്ങനെയാണ് അയാൾ വളർത്തുന്നത്. പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഓരോ ദൃശ്യങ്ങളും. അയാളുടെ അമ്മ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റാണ്, പോലീസിലെ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റാണ്. അമ്മയാണ് അയാൾക്ക് സ്കെച്ചൊക്കെ വരയ്ക്കാനായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രൈം ഉണ്ടാവുകയും ആ ക്രൈമിൽ പോലീസുകാരുടെ ആൾ വന്ന് ഒക്കെ വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയല്ല അത് എന്നൊക്കെ ഇയാൾ പറയുകയും, തൊട്ടടുത്ത് ഒരു പോലീസുകാരനുണ്ട്, പോലീസുകാരൻ്റെ വേഷത്തിലെത്തുന്ന ക്രിമിനലുണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുമുണ്ട്. ഈ ക്രൈം കണ്ട ഇവളുടെ ഈ ഫോട്ടോ എടുത്തിട്ട് ബാത്റൂമിൽ ഫോട്ടോ മൊബൈലിൽ നിന്നുള്ള ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം അത് ഭീഷണിപ്പെടുത്തി, ഇവളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി, അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തുന്ന, അതിനുശേഷം അവരെ റേപ്പ് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അയാളെ വകവരുത്തുകയാണ് ചെയ്യുന്നത്. അയാളെ വകവരുത്തുന്നു. ഇയാളുടെ സഹോദരിയെ റേപ്പ് ചെയ്തതുകൊണ്ട്, ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്തുകൊണ്ട് ഇയാളെ വകവരുത്തുകയാണ് ചെയ്യുന്നത്. അതാരാണ് എന്ന് വകവരുത്തിയത് ആരാണ് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസുകാർ. കണ്ടയാൾ, ഈ കുറ്റവാളിയെ കണ്ടയാൾ, ഇയാളെ വകവരുത്തിയ ആളെ കണ്ടയാൾ പത്ര റിപ്പോർട്ടറായിരുന്ന അല്ലെങ്കിൽ മാധ്യമത്തിലെ ചാനലിലെ ഒരു റിപ്പോർട്ടറായിരുന്ന തൃഷ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അയാളെ കാണുന്നത്. അയാളെ കണ്ട് ആ സമയത്ത് തൃഷയുടെ കഥാപാത്രത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്, അവൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്, തലയ്ക്കൊക്കെ പരിക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയാണ് പോലീസുകാരൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്ന വില്ലൻ അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ, അജു വർഗീസും പോലീസുകാരൻ തന്നെയാണ്. അജു വർഗീസും ഈ അന്വേഷണത്തിലൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, തിരക്കഥയിൽ സംഭവിച്ച ഒരു പാളിച്ച എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എപ്പോഴും തിരക്കഥയിൽ പാളിച്ചുകൊണ്ട്, ഛായാഗ്രഹണത്തിൽ പാളിച്ചുകൊണ്ട്, സംവിധാനത്തിൽ പാളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടത് ആസ്വാദനമാണ് വേണ്ടത്. ആ ആസ്വാദനത്തിന് ലിങ്ക്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം. അതായത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ലിങ്ക് വേണം. എന്തുകൊണ്ടാണ് ആ കഥാപാത്രം അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ഇവൻ്റെ അച്ഛൻ പീഡിപ്പിച്ചതുകൊണ്ട് പെർഫെക്ഷനിസ്റ്റ് ആയി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും പറയുവാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പ്രേക്ഷകരെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞ് വേറൊരാളെ കൊല്ലാനായിട്ട് പോവുകയാണ് ഇയാൾ. അന്ന് ഒരു ലേഡിയെ വകവരുത്തണം, ലേഡിയെ മാത്രമല്ല അതിനുള്ള 6 പേരെയും വകവരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് വില്ലൻ. ആ വില്ലൻ അങ്ങനെ പോകുന്ന സമയത്ത്
ഇയാൾ ഏറ്റുമുട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റുമുട്ടുന്നു. എന്തിനാണ് ഏറ്റുമുട്ടുന്നത് സംവിധായകന് പോലും യാതൊരു തരത്തിലുള്ള നിശ്ചയവുമില്ല. അപ്പോൾ മാർക്കോ എന്ന സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ മൊത്തത്തിൽ ഫൈറ്റും കാര്യങ്ങളും വയലൻസുമാണ് അതിൽ കാണിക്കുന്നത്. അതിൽ ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രം ഒരു കഥാപാത്രമായി വന്നില്ല എന്നാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫൈറ്റൊക്കെ കൊള്ളാം, സംവിധാനം കൊള്ളാം, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ആകാംക്ഷാഭരിതമായിട്ട് കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഒരു ഫൈറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സർവ്വ ഞരമ്പുകളും ഉണർന്നെണീറ്റ് നമ്മളത് ആകാംക്ഷപൂർവ്വം കണ്ടിരിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. പക്ഷേ അവസാനം സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയത് എന്നുള്ള ഒരു പര്യാലോചനയ്ക്ക് ഒരു ഇടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറോയാണ് അവിടെ നമുക്ക് ലഭിച്ച ആസ്വാദനം എന്ന് മനസ്സിലാകുന്നു. പക്ഷേ മാർക്കോയെ സംബന്ധിച്ച് മാർക്കോയിൽ ആ ഒരു ആസ്വാദനം, ഫൈറ്റിൻ്റേതായിട്ടുള്ള ഒരു ആസ്വാദനമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വയലൻസിൻ്റേതാണെങ്കിലും അവിടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. കഥാപാത്രം ഉണ്ടായില്ല എന്ന ഒരു പോരായ്മ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ ഈ സിനിമയെ സംബന്ധിച്ച്, ഈ ഐഡൻറ്റിറ്റി എന്ന ഈ സിനിമയെ സംബന്ധിച്ച് അനസ് ഖാൻ ഒക്കെ സംവിധാനം ചെയ്ത, അഖിൽ പോളൊക്കെ സംവിധാനം ചെയ്ത, രാജു മല്യത്ത്, റോയ് CJ ഒക്കെ നിർമ്മിച്ച ഈ സിനിമയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു ആസ്വാദനവും പ്രേക്ഷകർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഖേദത്തോടു കൂടിയാണ് ഈ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇനിയുള്ള ആളുകൾ പുതിയ സിനിമയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആസ്വാദനം വേണം. ആസ്വാദനത്തിന് കഥാപാത്രവൽക്കരണം വേണം. കഥാപാത്രവൽക്കരണം ഈ സിനിമയിലില്ല. ഒരാൾ പീഡിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അയാൾ മിലിറ്ററിക്കാരനായിരുന്നു, ആ മിലിറ്ററിക്കാരൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്, അതിൽ ഗംഭീരനായിരുന്നു എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ചില രംഗങ്ങളിൽ ടൊവിനോ തോമസിൻ്റെ അഭിനയം പുറത്തേക്ക് വരുന്നുണ്ട്. പല സിനിമകളിലും ടൊവിനോ തോമസിനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ നിന്നുള്ള അയാളുടെ അഭിനയിക്കാനുള്ള കഴിവ് പുറത്തേക്ക് വരുന്നില്ല പല സിനിമകളിലും. ഇപ്പോൾ ലൂസിഫറിൽ മാത്രമാണ് അങ്ങനെ അത് സംവിധായകൻ മോൾഡ് ചെയ്തെടുക്കണം. അവിടെ പൃഥ്വിരാജ് സുകുമാരൻ ഇയാളെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നടനെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ കഥാപാത്രം വരണം. ഇപ്പോൾ ലൂസിഫറിൽ അതൊരു കഥാപാത്രമാണ്. അതൊരു ജിതിൻ രാമദാസ് എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ്. അങ്ങനെ ആ കഥാപാത്രം വന്നതുകൊണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ തിരക്കഥാകൃത്തിന് ഒരുക്കാൻ സാധിച്ചതുകൊണ്ടും ഒക്കെയാണ് അവിടെ മികച്ച സംവിധാനം കൂടി വന്നപ്പോൾ അതൊരു നല്ല ഒരു ആസ്വാദനം തരുന്ന ഒരു കാര്യമായിട്ട് മാറിയത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വെറുതെ വേറെ പല സ്ഥലങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്. ഒരാൾ വെറുതെ മീശ പിരിച്ചു വെച്ച് കിഴക്കോട്ട് പോയിട്ട് തിരിച്ചു വന്നാലൊന്നും, അയാൾ പടിഞ്ഞാറോട്ട് വന്നാലൊന്നും, വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറോട്ട് വന്നാലും, മീശ താഴ്ത്തി വെച്ച് പടിഞ്ഞാറോട്ട് വന്നാലൊന്നും കഥാപാത്രമാവില്ല. അതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കാനായിട്ട് തിരക്കഥാകൃത്തുക്കൾക്ക് കഴിയണം. ജീവിതത്തിൽ നിരീക്ഷിക്കാൻ പറ്റണം. ജീവിതത്തിലെ അനുഭവങ്ങളെ നിരീക്ഷിക്കാൻ, സ്വന്തമായിട്ടുണ്ടാകുന്ന ആ അനുഭവം, ആ ജീവിതത്തിൽ അയാൾ കാണുന്ന ആ അനുഭവം സ്വന്തം അനുഭവത്തിൽ എങ്ങനെയാണ് അയാളെ എഫക്റ്റ് ചെയ്യുന്നത്, അയാൾ സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങിയും നിരീക്ഷിക്കേണ്ടതായിട്ട് വരും. പുറത്തേക്കുള്ള നിരീക്ഷണം മാത്രമല്ല, അകത്തേക്കും കൂടെ അയാൾ നിരീക്ഷിക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. വെറുതെ പിന്നെ വിമാനത്തിൽ വെച്ചു പിടിച്ചു, വിമാനം കൂട്ടിയിടിക്കാൻ പോവാണ്, അതാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിമാനത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഇവർ ഫൈറ്റ് ചെയ്യുന്നു. ഈ വില്ലനും ടൊവിനോ തോമസിൻ്റെ കഥാപാത്രവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അതൊന്നും ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ആ വിമാനത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഫൈറ്റ് ചെയ്യും. എന്തോ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിമാനത്തിൻ്റെ ഗ്ലാസ് പൊട്ടി പുറത്തുനിന്നുള്ള വായു വന്ന് വിമാനത്തിൻ്റെ കൺട്രോൾ പോയി. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിശ്വാസയോഗ്യമായിട്ട് തന്നെയാണ് അവരൊക്കെ അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് നിരന്തരം പറയേണ്ടി വരുന്നതിൻ്റെ ഒരു അസ്കിത, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുകയാണെന്ന് പറയരുത്. കുറ്റമായിട്ട് പറയുന്നതല്ല. ഇനിയെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ സിനിമകൾ ചെയ്യാനായിട്ടുള്ള അതുണ്ടാവട്ടെ. നിങ്ങൾക്കതൊക്കെ കഴിയും. എന്തുകൊണ്ടാണ് പിന്നെ അത് കഴിയാതെ പോകുന്നത്? പിന്നെ ചലച്ചിത്ര ഛായാഗ്രഹണം വേണ്ട രീതിയിൽ എന്തിനാണ് വീണ്ടും പറയുകയാണ്, എന്തിനാണ് ഈ മങ്ങിയ തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നൊക്കെ ഉള്ള കോപ്പിഡി ആണെങ്കിൽ പോലും നിങ്ങൾ ശരിയായ നിരീക്ഷണം അവിടെ നടത്തിയിട്ടില്ല.
കാരണം ഇംഗ്ലീഷ് സിനിമയിൽ ഇരുണ്ട രീതിയിലാണ് കാണിക്കുന്നതെങ്കിലും അവിടെ ശകലം വെളിച്ചം അവിടെ ഉണ്ട്. വെളിച്ചമുണ്ടെങ്കിലേ ഇരുട്ടിന് പ്രസക്തിയുള്ളൂ, ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് പ്രസക്തിയുള്ളൂ. ഈ സാമാന്യ തത്വം പോലും ഗ്രഹിക്കാൻ പറ്റാതെ ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തല്ലിക്കൂട്ട് വെട്ടിക്കൂട്ട് സിനിമയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആസ്വാദകൻ ഇതൊക്കെ സഹിക്കുക? അവനൊരു മനസ്സില്ലേ, ഒരു മനസാക്ഷിയില്ലേ, ഒരു ഹൃദയമില്ലേ, ഒരു ആസ്വാദനമില്ലേ, അവനൊരു വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ അവൻ്റെ ഉള്ളിൽ നടക്കുന്നില്ലേ? നിങ്ങൾ ഈ കൊടുക്കുന്ന അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വൈകാരിക അനുഭവങ്ങളെ തട്ടി ഉണർത്തുകയാണ് കലാകാരൻ ചെയ്യുന്നത്. തട്ടി ഉണർത്തി അതിനെ പരിഷ്കരിച്ച് അവിടെ വിമലീകരണം, കഥാർസിസ് സംഭവിപ്പിക്കണം. അതാണ് ഉത്തമമായിട്ടുള്ള കലയെ പറ്റിയിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊന്നുമില്ല. വെറുതെ ഒരു പേരിട്ട് ഐഡൻറ്റിറ്റി എന്നൊരു പേരിട്ട് ആരുടെ ഐഡൻറ്റിറ്റി എന്ത് പ്രസക്തിയാണുള്ളത്? കുഞ്ഞു ചെറുപ്പം മുതലേ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ ക്രിമിനലായി പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതുപോട്ടെ അയാൾ വലിയ ജീനിയസായിട്ട് മാറി എന്ന് വെക്കുക, അതൊന്നും കുഴപ്പമില്ല. പിന്നീട് അയാൾ ഈ വരക്കാരനായിട്ട് ഇടയ്ക്ക് അയാൾ വരക്കാരനായിട്ട് മാറുന്നു. പിന്നെ അയാൾ ഇങ്ങനെ ഇൻ്റലിജൻസിൽ പട്ടാളത്തിലെ ഇൻ്റലിജൻസ് ആണെന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ മാറേണ്ട കാലഘട്ടമായി, മാറ്റണം. അല്ലെങ്കിൽ പ്രേക്ഷകൻ തിയേറ്ററുകളിൽ നിന്നും അവൻ ഒളിച്ചോടും, അവൻ വേറെ വല്ല പണിക്കും പോകും. ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ കല്ല് വെട്ടി ഉണ്ടാക്കിയത്, അവൻ കൂലിപ്പണി എടുത്തുണ്ടാക്കുന്ന 150 രൂപ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതിൻ്റെ കാരണം എന്താണ്? അവൻ 150 രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള ആസ്വാദനം കിട്ടിയേ പറ്റുമോ. വേറെ ഒരു കോംപ്രമൈസും അവിടെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ.